സംശയമാണ് മ്യൂച്വൽ ഫണ്ട് വേണോ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വേണോ എന്നുള്ളത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ ലംസം എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഓരോ മാസം കുറച്ച് സേവ് ചെയ്ത് അത് കൂട്ടി കൊണ്ടുവരാനുള്ള സാധ്യതകൾ മ്യൂച്വൽ ഫണ്ടിൽ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നമ്മുടെ സേവിങ്സും നടക്കും, അതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്കിൽ നിക്ഷേപിക്കുകയും ചെയ്യാമെന്നുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ആശയമാണ് ശരിക്കും പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നുള്ളത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 5,000 നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ 12 into 5, അതായത് 60,000 ആണ് വരുന്നത്. അത് നമ്മളൊരു 10 വർഷത്തേക്ക് അല്ലെങ്കിൽ 15 വർഷത്തേക്കാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, സാധാരണ ഒരു PF ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും ശരിക്കും പറഞ്ഞാൽ, ഒരു വർഷത്തേക്ക് 60,000 ഒരു PF ആണെങ്കിൽ 20-25 lakhs ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുണ്ടാവും. എന്നാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിന്റെ കേസിൽ അത് എത്ര ആയിട്ടുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 22% ആണ്. അതായത് ആ ഒരു എമൗണ്ട് തന്നെ ഒരു 60 lakhs 50 to 60 lakhs ആയിട്ടുണ്ടാവും 22% റിട്ടേൺ ആണ് എടുക്കുന്നതെങ്കിൽ.